പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ മഞ്ഞു നിറയുന്ന ജമ്മു കാശ്മീരിൽ ഇത് ചൂടുകാലമാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ കാലം. 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ ലഫ്റ്റനന്റ് ഗവർണർ ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിൻ്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രവും നിലവിലെ മുന്നണികളും രാഷ്ട്രീയവും പരിശോധിക്കാം. ജമ്മു കാശ്മീരിലെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രം കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ സഖ്യങ്ങളുടേതാണ്. 2014 നവംബർ 20 മുതൽ ഡിസംബർ 20 വരെ 5 ഘട്ടങ്ങളായാണ് ജമ്മു കാശ്മീരിൽ ഏറ്റവും അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 6 വർഷമാണ് ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി. 87 സീറ്റുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിൽ NDA നേടിയ വമ്പൻ വിജയത്തിന് തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് സഖ്യം വിട്ട് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും വെവ്വേറെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തിയാണ് വികസന അജണ്ട മുൻനിർത്തി BJPയുടെ പ്രചരണത്തെ നയിച്ചത്. വിഘടനവാദികളും അതിനെ പിന്തുണയ്ക്കുന്ന സയ്യിദ് അലി ഷാ ഗിലാനി നയിക്കുന്ന ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2014. ഹുറിയത്ത് നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനത്തിനിടയിലും 65% പോളിംഗ് രേഖപ്പെടുത്തിയ മികച്ച വോട്ടിംഗ് പങ്കാളിത്തമാണ് അന്നുണ്ടായത്. 87 അംഗ നിയമസഭയിൽ മുൻ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദും മകൾ മെഹബൂബ മുഫ്തിയും നയിച്ച PDP 28 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുമില്ല. BJP ആയിരുന്നു രണ്ടാമത്തെ കക്ഷി. 25 സീറ്റുകൾ നേടി. മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ളയുടെയും മകൻ ഒമർ അബ്ദുള്ളയുടെയും നയിക്കുന്ന നാഷണൽ കോൺഫറൻസിന് 15 സീറ്റിലും കോൺഗ്രസിന് 12 സീറ്റിലേക്കും മാത്രമാണ് ലഭിച്ചത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ജമ്മുവിലെ 37ൽ 25 സീറ്റിലും BJP ജയിച്ചു. BJPയുടെ ഒരു വമ്പൻ വിജയം കൂടിയായിരുന്നു അത്. ജമ്മു മേഖലയിൽ കോൺഗ്രസിന് 5 MLAമാരെയും നാഷണൽ കോൺഫറൻസിനും PDPക്കും 3 MLAമാരെയും വീതം മാത്രമാണ് ലഭിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കശ്മീരിൽ ആകെ 46 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 25 സീറ്റിലും PDPയും 12 സീറ്റിൽ നാഷണൽ കോൺഫറൻസും 4 സീറ്റിൽ കോൺഗ്രസും ജയിച്ചു. ലഡാക്ക് മേഖലയിലെ 4 സീറ്റിൽ 3 കോൺഗ്രസാണ് കൊടി പാറിച്ചത്. കോൺഗ്രസ് ഒഴികെ 3 പാർട്ടികളും സഖ്യ സാധ്യതകളിലൂടെ ഭരണം പിടിക്കാൻ പല ശ്രമങ്ങളും നടത്തി. ഈ 3 മേഖലയിലും ഒരേ സീറ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും 3 മേഖലയിലും സീറ്റ് ലഭിച്ച ഒരു പാർട്ടിയും ശക്തമായ പ്രാതിനിധ്യമുണ്ടായിരുന്ന പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അവിടെ ഈ 4 പാർട്ടികളും അധികാരത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ, സഖ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. ഒമർ അബ്ദുള്ള തന്നെ നേരിട്ട് BJPയുമായി ഒരു ബന്ധത്തിനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നത്. എന്തായാലും അവസാനം അമിത്ഷായുടെ ശക്തമായ ഇടപെടൽ വന്നതോടെ തീവ്രവാദം ആരോപണം ഉന്നയിച്ച് മാറ്റി നിർത്താൻ ഒരു കാലത്ത് BJP ശ്രമിച്ച PDPയുമായി BJP സഖ്യം സാധ്യമായി. അങ്ങനെ ലഫ്റ്റനന്റ് ഗവർണർ ഭരണം അവസാനിപ്പിച്ച് 2015 മാർച്ച് 1 മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രിയായി, BJPയിലെ നിർമ്മൽ കുമാർ സിംഗ് ഉപമുഖ്യമന്ത്രിയുമായി BJP PDP സഖ്യ സർക്കാർ നിലവിൽ വന്നു. വലിയ തോതിലുള്ള എതിർപ്പുകളും രാഷ്ട്രീയ പരിഹാസങ്ങളും ഒക്കെ ഉയർന്നതാണ്. പക്ഷേ കശ്മീരിൽ ആ സഖ്യം അങ്ങനെ തകരില്ല. എങ്ങനെയാണ് PDPയും BJPയും തമ്മിൽ സഖ്യത്തിലേക്ക് വരുന്നത് എന്നുള്ള ആശങ്കകളും ഒക്കെ ഉയർന്നപ്പോഴാണ് സഖ്യം തകരില്ല എന്ന ഗ്യാരണ്ടി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തു. PDP NDA സഖ്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ലോക്സഭയിലും രാജ്യസഭയിലും PDPയുടെ പിന്തുണ BJP NDA സഖ്യത്തിനായി മെഹബൂബ മുഫ്തി കേന്ദ്ര മന്ത്രിയാവുകയും ചെയ്തു. ജമ്മു കാശ്മീർ സർക്കാരിൽ BJP പങ്കാളിത്തം അന്ന് ആദ്യമായിട്ടാണ് വരുന്നത് എന്നതുകൂടി ഓർക്കണം. 2016 ജനുവരി 7 മുഫ്തി മുഹമ്മദ് സെയ്ദ് പ്രായാധിക്യത്തെ തുടർന്ന് ഡൽഹിയിൽ എയിംസിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് അന്തരിച്ചു. ഈ സമയത്ത് BJPക്കും PDPക്കും വീണ്ടും ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലേക്കോ സഖ്യത്തിൻ്റെ സാധ്യതകളിലൊക്കെ ചില വിള്ളലുകൾ വീണു. തൊട്ടടുത്ത ദിവസം തന്നെ ജമ്മു കാശ്മീരിൽ ഗവർണർ ഭരണത്തിന് കീഴിലേക്ക് മാറി. PDP BJP സഖ്യത്തിൽ ധാരണയാവാത്തതായിരുന്നതിൽ പ്രധാന തടസ്സമായി നിന്നത്. പല തലങ്ങളിലായി പലതവണ ചർച്ചകൾ നടന്നു. ഒടുവിൽ മാർച്ച് 22 മോദിയും മെഹബൂബ മുഫ്തിയും കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെത്തിയായിരുന്നു മുഫ്തി ഈ കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ വീണ്ടും PDP BJP സഖ്യത്തിന് ധാരണയായി. മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മരണശേഷം 4 മാസത്തിന് ശേഷമാണ് 2016 ഏപ്രിൽ 4 സഖ്യ സർക്കാരിൽ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രശ്നങ്ങളും തുടങ്ങിയിരുന്നു.
ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. പ്രദേശവാസികളായ വിദ്യാർത്ഥികളും മറ്റിടങ്ങളിൽ നിന്ന് ഈ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന വിദ്യാർത്ഥികളും തമ്മിലായിരുന്നു പ്രധാനമായും ഏറ്റുമുട്ടൽ. അതേ വർഷം തന്നെ ജൂലൈയിൽ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ബർഹാൻ വാനി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഈ വിഷയത്തിൽ BJPയുടെ നിലപാടും PDPയുടെ നിലപാടും ഒരു തരത്തിലും യോജിച്ചില്ല. ഏറ്റുമുട്ടലുകളിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്ന വിഷയത്തിൽ PDPയുടെ നിലപാട് കർശനമാക്കി. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറായില്ല. ഇതേ തുടർന്ന് വലിയ കലാപമൊക്കെ അവിടെ ഉണ്ടായി. ഈ കലാപത്തിൽ 85 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് നടത്തിയ സർവകക്ഷി യോഗത്തിൽ വാജ്പേയി സർക്കാരിൻ്റെ മാതൃകയിൽ റംസാൻ പ്രമാണിച്ച് വെടിനിർത്തൽ അങ്ങനെ ഒരു സമവായ നിർദ്ദേശം മെഹബൂബ മുഫ്തി മുന്നോട്ട് വെച്ചു. പക്ഷേ BJPയുടെ ഉപമുഖ്യമന്ത്രി കവീന്ദർ ഗുപ്ത ഈ വെടിനിർത്തൽ നിർദ്ദേശം പാടെ തള്ളുകയായിരുന്നു. മെയ് 17 കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പക്ഷേ അന്ന് രാജ്നാഥ് സിംഗാണ് ആഭ്യന്തരമന്ത്രി, രാജ്നാഥ് സിംഗ് ഒരു മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം നീട്ടണമെന്ന ആവശ്യം കശ്മീർ സർക്കാർ മെഹബൂബ മുഫ്തി ഉയർത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ അത് പാടെ തള്ളിക്കളയുകയായിരുന്നു. ജൂൺ 18 തന്നെ BJPയിലെ കശ്മീരിൽ നിന്നുള്ള മന്ത്രിമാരെ ഡൽഹിക്ക് വിളിപ്പിച്ച സഖ്യം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി. തൊട്ടടുത്ത ദിവസം BJP പിന്തുണ പിൻവലിച്ചു. മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. 2018 ജൂൺ 19 മുതൽ ജമ്മു കാശ്മീർ വീണ്ടും രാഷ്ട്രപതിയുടെ ഭരണത്തിന് കീഴിലായി. ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ഒഴിവാക്കി 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഇതിനെ വിഭജിച്ചു. 2020 മാർച്ചിൽ മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയോഗിച്ചു. ജസ്റ്റിസ് രഞ്ജന ദേശായി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 2022 മെയ് 20 മണ്ഡല പുനർനിർണയം നിലവിൽ വന്നു. ഇങ്ങനെ പുതുതായി നിലവിൽ വന്ന 90 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ 3 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നയിച്ചതിനും വ്യത്യസ്തമായ കാരണങ്ങളൊക്കെ ഉണ്ട്. വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ കേസ് വന്നു, സുപ്രീം കോടതിയിൽ കേസെത്തി, സുപ്രീം കോടതിയുടെ അന്ത്യശാസനമൊക്കെ വന്നു. ജമ്മു കാശ്മീരിൽ ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താതെ അനന്തമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ നിർത്തുന്നത്, ലഫ്റ്റനന്റ് ഗവർണർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കർശന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനൊക്കെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. നിലവിൽ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിസങ്കീർണമായ സമവാക്യങ്ങളാണ്. എന്തായാലും ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയിലാണ്. അവിടെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മത്സരിക്കുന്നു. ഒപ്പം തന്നെ PDP ഉണ്ട്, BJP ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയ സഖ്യങ്ങൾ കൂടി ചേർന്നതാണ് 3 ഘട്ടങ്ങളായി നടക്കുന്ന ഈ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്തായാലും അതിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. തൊട്ടടുത്ത ഭാഗത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കാം.